തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? ദാവീദ് തൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം, ദൈവജനത്തോടു കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം ഇതാ ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുവരെ അവിടെ ഒബേദേദോമിൻ്റെ ഭവനത്തിലായിരുന്ന ആ ഒരു പെട്ടകം ദാവീദ് തൻ്റെ രാജകൊട്ടാരത്തിനടുത്തോട്ട് ഒരു കൂടാരത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് ദൈവസന്തോഷത്തോടുകൂടെ ശക്തിയായി ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ്, സർവമഹത്വങ്ങളുടെയും സർവ അനുഗ്രഹത്തിൻ്റെയും സർവ വിജയത്തിൻ്റെയും രാജാവായവൻ ഇതാ എഴുന്നള്ളുന്നു. യഹോവയായ ദൈവം എന്നെ രാജാവാക്കി മാറ്റിയവൻ, ഒരു ആട്ടിടയനായിരുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്ന വെറും ഒരു ധൂളിയായിരുന്ന ദാവീദ് എന്ന എന്നെ ഇന്ന് ഇസ്രായേലിൻ്റെ രാജാവാക്കിയ ദൈവത്തെ ദാവീദ് ഇങ്ങനെ മഹത്വപ്പെടുത്തുകയാണ്: മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു. അതുകൊണ്ട് കവാടങ്ങളെ ശിരസുയർത്തുവിൻ, സകല പുരാതന കവാടങ്ങളുമേ അവിടുന്ന് ശിരസുയർത്തുവിൻ, ഇതാ മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു. നമ്മൾ സാധാരണ പെസഹ തിരുനാളിൻ്റെ ദിവസം, പെസഹ ആചരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓശാന ഞായറാഴ്ചയൊക്കെ, എനിക്ക് തോന്നുന്നു ഓശാന ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, ദേവാലയത്തിൻ്റെ കവാടത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ മുൻപിൽ വന്ന് ഇങ്ങനെ കതകിൽ മുട്ടിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയും: കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ശിരസുയർത്തും. ഇങ്ങനെ ഒരു പ്രാർത്ഥന സാധാരണ ചർച്ചുകളിൽ, RC ചർച്ചുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ദാവീദ് തൻ്റെ വിശ്വാസം, എൻ്റെ ദൈവം സർവമഹത്വത്തിൻ്റെയും രാജാവാണെന്ന് ഏറ്റുപറയുമ്പോൾ ഇതിനൊപ്പം ഒരു പ്രവചനം കൂടെ നടത്തുന്നത്. സർവമഹത്വത്തിൻ്റെയും, അതിൻ്റെ തൊട്ട് മുൻപിലത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുത്തു. രക്ഷകനായ ദൈവം, രക്ഷകനായ യഹോവ, രക്ഷകനായ യാഹ്വേ, ആ യാഹ്വയാണ് നീതി നടത്തുന്നത്. അവനാണ് മഹത്വത്തിൻ്റെ രാജാവ്. എന്തുകൊണ്ടാണ് ദൈവത്തെ രക്ഷകനായ ദൈവം, മഹത്വത്തിൻ്റെ രാജാവ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 68-ാം സങ്കീർത്തനം 68-ന്റെ 17 കൂടെ വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. 68-ന്റെ 17, 17ഉം 18ഉം: 1000 രഥവ്യൂഹങ്ങളോടെ കർത്താവ് സിയോനിൽ നിന്നും തൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു. 1000 രഥവ്യൂഹങ്ങളോടെ കർത്താവ് സിയോനിൽ നിന്നും തൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു. അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് ആരോഹണം ചെയ്തു. കലഹിക്കുന്നവരിൽ നിന്ന് പോലും അവിടുന്ന് കപ്പം സ്വീകരിച്ചു. ദൈവമായ കർത്താവ് അവിടെ വസിക്കും, അനുദിനം നമ്മെ താങ്ങും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്: ഇതാ അനേക തടവുകാരെ, പാതാളങ്ങളിൽ ബന്ധിച്ചിട്ടിരുന്ന അനേക ആത്മാക്കളെ അവൻ വിടുവിച്ചുകൊണ്ട് ഇതാ മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു. സർവശക്തിയുള്ള രക്ഷകനായ ദൈവം, നമ്മൾ പ്രത്യാശിക്കുന്ന, നമ്മുടെയൊക്കെ പ്രത്യാശ ഈ ലോകത്തിലെ യാതൊരു നന്മയുമല്ല, അനുഗ്രഹവുമല്ല. ഈ ലോകത്ത് എന്തെങ്കിലും നന്മ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. കുറച്ച് പണം ഉണ്ടാക്കാം, സമ്പന്നനാകാം, വലിയ ജോലി നേടാം, വലിയ ഭവനം ഉണ്ടാക്കാം, ഇങ്ങനൊരു പ്രതീക്ഷയിലല്ല ഇന്ന് നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നത്. ജീസസ് കൃഷ്ണ മക്കൾ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രത്യാശിച്ച് ജീവിച്ചിരിക്കുന്നത് ഇന്ന് എന്നെ വലിയ സമ്പന്നനാക്കും എൻ്റെ ദൈവം എന്ന പ്രത്യാശയിലല്ല, പകരം സർവ മഹത്വത്തിൻ്റെയും സർവസമ്പന്നതയുടെയും രാജാവായ ദൈവം എൻ്റെ ജീവനെ, എൻ്റെ ആത്മാവിനെ അവൻ പാതാളത്തിൽ തള്ളത്തില്ല. പാതാളം എൻ്റെ മേൽ വിജയം വരിക്കത്തില്ല. പാതാളത്തിൻ്റെ മേൽ വിജയം വരിച്ച സർവ മഹത്വത്തിൻ്റെ രാജാവ് അവൻ എഴുന്നള്ളുമ്പോൾ അവനോടുകൂടെ ആയിരിക്കുമെന്ന്, അവനോടുകൂടെ വാഴുമെന്ന്, അവനോടുകൂടെ ജീവിക്കുമെന്ന്, അവനോടുകൂടെ സ്വർഗത്തിലേക്ക് കയറ്റപ്പെടുമെന്ന് ഒരു വലിയ വിശ്വാസത്തിൽ, ഒരു പ്രത്യാശയിലാണ് നമ്മളായിരിക്കുന്നത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ സർവരക്ഷകനായ സർവശക്തനായ എൻ്റെ മഹത്വത്തിൻ്റെ രാജാവ്, അവൻ പാതാളങ്ങളെ ജയിച്ചവനാണ്, സർവത്തെയും ജയിച്ചവനാണ് എൻ്റെ ദൈവം. അവൻ എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളത്തില്ല. കാരണം അവൻ ജയത്തിൻ്റെ ഘോഷത്തോടെ, ഉല്ലാസഘോഷത്തോടെ ഭക്തരുടെ കൂടാരത്തിൽ എന്നും പുതിയ ഗീതം പാടിക്കൊണ്ട് മഹത്വത്തിൻ്റെ രാജനായി, സേനയിൽ വീരനായി, അഭയം നൽകുന്ന എൻ്റെ ദൈവമായി, അവൻ സർവശക്തനായി ഉയർത്തെഴുന്നേൽത്ത എൻ്റെ ദൈവം, എൻ്റെ സർവശക്തിയുള്ള ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒന്ന് കണ്ണുകൾ അടച്ചേ.
കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ്, എൻ്റെ മഹത്വത്തിൻ്റെ രാജാവ് അവൻ എഴുന്നള്ളാൻ പോവുകയാണ്. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, സർവ ഘോഷങ്ങളുടെയും പരിശുദ്ധനായ ദൈവം. നമ്മളിപ്പോൾ 2025 ആയിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ കാഹളം ഇതാ ഇസ്രായേലിന് ചുറ്റും മുഴങ്ങി കേൾക്കുകയാണ്. ഒരു വലിയ കാഹളം ഈ ദിവസങ്ങളിൽ ഇസ്രായേലിന് ചുറ്റും മുഴങ്ങുമെന്ന് പത്രവാർത്തകൾ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആ മഹത്വം ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? അവിടുത്തെ വരവ് ഇങ്ങ് അടുത്തിരിക്കുന്നു. ദേവാലയം പണിയാൻ ജെറുസലേമിൽ എല്ലാ ഒരുക്കങ്ങളും കൂട്ടിവെച്ചിരിക്കുന്നു. കർത്താവിന്റെ വരവിന് മുമ്പോടിയായി ദൈവം പറഞ്ഞ സകല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി എത്ര നാൾ എൻ്റെ കർത്താവേ അവിടുത്തെ വരവിനുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ജയത്തിൻ ഘോഷമായി, ഉല്ലാസഘോഷമായി, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതമായി എൻ്റെ മഹത്വത്തിന്റെ രാജാവ്, സർവശക്തിയുള്ള രാജാവ് അവൻ എഴുന്നള്ളും. അവന്റെ എഴുന്നള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. എൻ്റെ ദൈവം ഇതാ സർവശക്തനായ ദൈവം, ഞങ്ങളോട് കൂടെ വാഴുന്ന ദൈവം, ഞങ്ങളുടെ മേൽ കടന്നു വരുന്ന ദൈവം. ആ ദൈവത്തിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുക. കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. മഹത്വത്തിന്റെ രാജാവ് ഇതാ എഴുന്നള്ളുന്നു. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വ രാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വ രാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരം കടന്നു പോയി. ഒരുമിച്ച് പാടിയേ. പാതാളമേ പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരം കടന്നു പോയി. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വ രാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. ജയത്തിൻ ഘോഷം, ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വ രാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. ഭീകരമാ ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുമ്പും പിമ്പും ഭീതിപ്പെടുത്തിയിടുമ്പോൾ ശക്തിയോടെ ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യവും സൈന്യനിരയും എനിക്ക് ഭീഷണിയായി വരുമ്പോൾ എന്റെ കർത്താവിന്റെ ജയത്തിൻ ഘോഷം, ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വ രാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. കരങ്ങളെ തട്ടിക്കൊണ്ട് ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വ രാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. ഒരിക്കൽ കൂടി ജയത്തിൻ ഘോഷം, ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വ രാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. ശക്തരായ രാജാക്കളാം സീഹോനു പോകും വന്നാ. ശങ്ക വേണ്ട, ഭീതി വേണ്ട, ശക്തൻ നിന്നായകൻ താൻ. ശക്തരായ രാജാക്കളാം ശക്തരായ രാജാക്കളാം
സിയോനു പോകുമെന്നാ ശങ്ക വേണ്ട ഭീതി വേണ്ട ശക്തൻ നിന്നായകൻ താൻ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെങ്ങുമേ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെങ്ങുമേ ഒരു അഗ്നിയും എന്നെ ദഹിപ്പിക്കാത്ത വണ്ണം ഏത് പാതാളത്തിലും ഒരു ദൈവ സാന്നിധ്യം എന്റെ മേൽ ഇറങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന പിതാവേ, ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ദൈവജനത്തിന് മേൽ തിന്മകളുടെ ആവരണം ഒരു കാലത്തും അവരുടെ ജീവിതത്തിൽ കടന്നു വരാതെ തിന്മയുടെ ശക്തി കാണാത്ത വണ്ണം എന്റെ ദൈവമേ അവിടുന്ന് സംരക്ഷിക്കണമേ. നോഹയുടെ കാലത്ത് അഗ്നിയാൽ മാറ്റപ്പെട്ട, വെള്ളപ്പൊക്കത്താൽ നശിപ്പിക്കപ്പെട്ട ആത്മാക്കളെ വീണ്ടെടുത്ത എന്റെ ദൈവം അവരെ ഉന്നതങ്ങളിലേക്ക് സംഭവിച്ചുവെങ്കിൽ മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളി വന്ന് അവരുടെ ആത്മാക്കളെ, ബന്ധനത്തിലായിരുന്ന ആത്മാക്കളെ വിടുവിച്ചെന്ന ദൈവ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക്, ഇന്ന് ജീസസ് മിഷൻ കുടുംബങ്ങളിലേക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭവനങ്ങളിലേക്ക് അവിടുത്തെ സാന്നിധ്യം അയക്കണമേ, അവിടുത്തെ ശക്തി അയക്കണമേ. അഗ്നി ഞങ്ങളെ ദഹിപ്പിക്കത്തില്ല, നദി ഞങ്ങളുടെ മേൽ കവിയത്തില്ല. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് വിശ്വാസത്തോടെ പാടിക്കൊണ്ട് നമുക്ക് ആരാധിക്കാം. ദൈവ സാന്നിധ്യം കൊണ്ട് നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അത് നിന്മേൽ കവിയുകില്ല. അഗ്നിയതിൽ നാലാമൻ താൻ ആഴിമേ നാട് കൊണ്ടുതാ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അത് നിന്മേൽ കവിയുകില്ല. അഗ്നിയതിൽ നാലാമൻ താൻ ആഴിമേ നാട് കൊണ്ടുതാ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെങ്ങുമേ. ശക്തിയോടെ ജയത്തിൻ ഘോഷം, ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെങ്ങുമേ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെങ്ങുമേ. ഒരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായവൻ നിനക്ക് കൂട്ടിടുവരും തൻ ഒരു വഴിയും കൂടെന്നും ആശ്വാസമാ. ഒരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായവൻ നിനക്ക് കൂട്ടിടുവരും തൻ ഒരു വഴിയും കൂടെന്നും ആശ്വാസമാ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെങ്ങുമേ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെങ്ങുമേ. ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതായി യാതൊന്നുമില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. കർത്താവേ, ഈ ഭൂമിയും സ്വർഗവും സകലതും, കർത്താവേ, ഈ ഭൂമിയിലായിരിക്കുന്ന ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകും, അത് സകലതും മാറിപ്പോകും. എന്നാൽ എന്റെ ദൈവത്തിന്റെ വചനമോ അത് മാറത്തില്ല. കർത്താവിന് വേണ്ടി പണിയെടുക്കുന്നവൻ, ദൈവവചനത്തിന് വേണ്ടി, കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഒരുവൻ വേല ചെയ്യുന്നുവെങ്കിൽ അതെന്നേക്കും നിലനിൽക്കും, അതെന്നേക്കും നിലനിൽക്കും. എന്നാൽ ഈ ഭൂമിക്ക് വേണ്ടിയോ ഈ ലോകത്തിന് വേണ്ടിയോ ഒരുവൻ ജോലി ചെയ്യുന്നുവെങ്കിൽ, ഒരുവൻ പണിയെടുക്കുന്നുവെങ്കിൽ
അത് നിശേഷം നശിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? കർത്താവേ, നിന്റെ വചനത്തിന് വേണ്ടി പണിയെടുക്കുവാൻ, നിന്റെ ആത്മാക്കളെ നേടുവാൻ, കർത്താവിന്റെ സുവിശേഷത്തിനായി പോരാടുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ ഭൂമിയും പണിയും എല്ലാം അഴിഞ്ഞു പോകും, എന്നാൽ എന്റെ കർത്താവിന്റെ വചനമോ അതെന്നേക്കും നിലനിൽക്കും. ആത്മശക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ശക്തിയോടെ ആരാധിക്കാം. ഭൂമിയും പണിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗയുഗമായി. ഭൂമിയും പണിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗയുഗമായി. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വ രാജനായി, സേനയിൻ വീരനായി, അഭയം താനവർക്കെന്നുമേ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വ രാജനായി, സേനയിൻ വീരനായി, അഭയം താനവർക്കെന്നുമേ. ശക്തിയോടെ ജയത്തിൻ ഘോഷം, ജയത്തിൻ ഘോഷം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല കവാടങ്ങളുമേ ശിരസുയർത്തുവിൻ. മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളട്ടെ. സർവശക്തിയുള്ള രാജാവ്, ഞങ്ങളുടെ കൂടെ വസിക്കുന്ന യഹോവയായ ദൈവം, മഹത്വത്തിന്റെ രാജാവായവൻ, രക്ഷകനായ യാഹ്വേ, ഇന്ന് ഞങ്ങളുടെ മേൽ കടന്നു വരട്ടെ. ഞങ്ങളെ ജീവനിലേക്ക് നടത്തട്ടെ, ഞങ്ങളെ വിശുദ്ധിയിലേക്ക് നടത്തട്ടെ, ഞങ്ങളെ കൃപയിലേക്ക് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധി വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണമേ നിന്നോടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീളം കോട്ടരൻ ഭക്തർക്ക് സംഹാരം കടന്നു പോയി. പാതാളമേ, പാതാളമേ, മരണമേ നിന്നോടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീളം കോട്ടതൻ ഭക്തർക്ക് സംഹാരം കടന്നു പോയി. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വ രാജനായി, സേനയിൻ വീരനായി, അഭയം താനവർക്കെന്നുമേ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വ രാജനായി, സേനയിൻ വീരനായി, അഭയം താനവർക്കെന്നുമേ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വ രാജനായി, സേനയിൻ വീരനായി, അഭയം താനവർക്കെന്നുമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സർവശക്തിയുള്ള ദൈവത്തിന്റെ ആ മഹത്വമുള്ള നാമത്തിന് മുൻപിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം.